രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കരുത് എന്ന നിലപാടിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ എത്തിയിട്ടുണ്ട്. രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്ന് കെ മുരളീധരൻ സൂചന നൽകുകയും ചെയ്തു. അന്വേഷണം നടത്തി തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയും പ്രതികരിച്ചു. തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ഞങ്ങളോടൊപ്പം ഇനി കൂടണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്ഥാനം രാജിവെക്കാനുള്ള അവകാശമൊക്കെ രാഹുലിനുണ്ട്. അത് വേണോ വേണ്ട അദ്ദേഹം തീരുമാനിക്കട്ടെ. അതായത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് ആണ്, സ്ഥാനാർത്ഥിയാക്കിയത് UDF ആണ്. ആ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തൂങ്ങണോ വേണ്ടേ എന്നുള്ളത് രാഹുലിന് തീരുമാനിക്കാം. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു പാർട്ടി അന്വേഷണം നടത്തുന്നതായി ഒരു സൂചനയും നേതാക്കളുടെ പ്രതികരണങ്ങളിൽ കണ്ടില്ല. നേരത്തെ അത്തരം ഒരു സമിതി അന്വേഷണം നടത്തിയേക്കുമെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇനിയും കൂടുതൽ നടപടിക്ക് മടിക്കില്ലെന്നൊക്കെ കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ പറയുമ്പോൾ അങ്ങനെ ഒരു തുടർ നടപടി വേണമെങ്കിൽ അതിനൊരു അന്വേഷണം വേണം, ഒരു സമിതി വേണം. അങ്ങനെയൊന്നുമില്ല, പരാതിയോ കേസോ ഇല്ല എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞതിൽ ഇനി അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാനാണ് കോൺഗ്രസ് താല്പര്യപ്പെടുന്നത് എന്ന സൂചനയല്ലേ ഉള്ളത്? വിജയകുമാർ, സസ്പെൻഷൻ നടപടിയോടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുയർന്ന ലൈംഗിക ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന്മേൽ കൂടുതൽ പ്രതികരണങ്ങളില്ലാതെ KPCC അധ്യക്ഷൻ്റെ പ്രതികരണത്തോട് യോജിച്ചുകൊണ്ട് എല്ലാവരും രംഗത്ത് വന്നത്. ഇനിയും ഈ വിവാദം തുടർന്നാൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ തന്നെ അത് ബാധിക്കുമെന്ന് നേതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഭിന്നത ഒഴിവാക്കി തീരുമാനത്തോട് എല്ലാവരും യോജിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതേപ്പറ്റി തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ചില ആശങ്കകളിൽ നിന്നാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ പുറത്തു വന്ന ശബ്ദ റെക്കോർഡുകൾക്ക് പുറമെ കൂടുതൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ കൂടി ഇനി വരാൻ സാധ്യതയുണ്ടെന്നും മറ്റു ചില രേഖകൾ കൂടി പുറത്തു വരാനുണ്ടെന്നും ഒക്കെയുള്ള ആശങ്കകളുണ്ട്. ഇത് വരുന്ന ഘട്ടത്തിൽ ഇനിയും അദ്ദേഹത്തെ പിടിച്ചു നിർത്തുക ബുദ്ധിമുട്ടാകുമെന്ന് കണക്കാക്കിയാണ് നേതാക്കൾ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. എന്നാൽ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ച് പാർട്ടി പരിശോധിക്കാൻ തക്കവണ്ണം ഒരു പരാതിയും കോൺഗ്രസിന് മുന്നിൽ വന്നിട്ടില്ല, മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരു സമിതിയെ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയോ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകാത്തത്. യെസ്, അതാണ് പാർട്ടിക്ക് മുന്നിൽ പരാതിയോ അല്ലെങ്കിൽ കേസോ വന്നിട്ടില്ലല്ലോ എന്നായിരുന്നു KPCC അധ്യക്ഷൻ്റെ പ്രതികരണം. അതോടെ ഈ ചാപ്റ്റർ, ഈ വിവാദം ഇവിടെ അവസാനിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു, അല്ലെങ്കിൽ അവസാനിപ്പിക്കാനാണ് കോൺഗ്രസിന് താല്പര്യം എന്നും ആ സൂചന ആ വാക്കുകളിലുണ്ട്. അതേസമയം അന്വേഷണം നടത്തി തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ ഇനിയും കൂടുതൽ നടപടി ഉണ്ടാകുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് പാർട്ടിയുടെ ഉന്നത നേതൃത്വം ആലോചിച്ചെടുത്ത തീരുമാനമാണ് സസ്പെൻഷൻ. ഒരു പരാതി രേഖാമൂലം ലഭിക്കാതെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പേ വരാതെ ഒരുപാട് പുകമറകൾ സൃഷ്ടിച്ചപ്പോൾ പാർട്ടി ശക്തമായിട്ട് ഇടപെട്ടു. ഇതാദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ആരോപണം വ്യക്തമായിട്ട് വരാതെ തന്നെ ഇങ്ങനൊരു പുകമറ വന്നപ്പോൾ തന്നെ സംശയത്തിന് അതീതമായിരിക്കണം പൊതുപ്രവർത്തകർ എന്നുള്ള അജണ്ട വെച്ചുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇനി ഇക്കാര്യത്തെക്കുറിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി ഗുരുതരമായ പിഴവോ കുറ്റമോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് KPCC. അന്വേഷണം നടത്തുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ MP പറയുന്നത്. അത്തരം അന്വേഷണത്തിന്റെ സൂചനകൾ പക്ഷേ KPCC അധ്യക്ഷന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.